guys, I am VISHNU. Welcome to the video. So, I am going to boAt headset on Amazon. Amazon is boAt headset review description video. So guys, welcome to the video. Let's start the unboxing. Delivery Amazon packing cover. I just 12th January almost 18th time difference location and package pack boAt headset pack unbox okay. So boAt select same boAt headset ഒരു 400 റേഞ്ചിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ MIയുടെ സീരീസിലുള്ള ഹെഡ്സെറ്റും ഒരു 400 റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ രണ്ടിനും നല്ല റേറ്റിംഗ് ഉണ്ട്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്ന ബോട്ടാണ് MIയിൽ. കാരണം ബോട്ട് എന്ന് പറയുന്നത് തന്നെ സ്പീക്കർ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഇലക്ട്രോണിക്സിലേക്ക് മാത്രമാണ്. MI എന്ന് പറയാനത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോണും പിന്നെ അങ്ങനെ ഗാഡ്ജറ്റ്സ് എല്ലാം MI പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പാക്കേജ്, ബോട്ടിൻ്റെ ഹെഡ്സെറ്റിൻ്റെ പാക്കിംഗ് കവർ. അപ്പം സ്റ്റൈലിഷാണ് കാണാൻ. പാക്കിംഗ് കവർ ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയേണ്ടത് എന്തൊക്കെയാണ് ഉണ്ടാവുമെന്ന്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു പ്ലാസ്റ്റിക് കണ്ടൻറ്റ്, ഹെഡ്സെറ്റിൻ്റെ എന്താ പറയുക ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് കണ്ടൻറ്റ്. ഇതാണ് നമ്മുടെ ലേബലുണ്ട്, ബോട്ടിൻ്റെ ഒരു ലേബലുണ്ട്. പിന്നെ അത്യാവശ്യം വരുന്നത് ബഡ്സാണ്. ബഡ്സ് തന്നെ 2 സെപ്പറേറ്റ് ആയിട്ട് സ്പെയർ ആയിട്ട് വരുന്നുണ്ട്. ഒരെണ്ണം ഹെഡ്സെറ്റിൻ്റെ കൂടെയും പിന്നെ 2 ഇയർബഡ് വേറെയും വരുന്നുണ്ട്. അപ്പം സ്മോളും മീഡിയം ലാർജ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെവിക്ക് സ്യൂട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹെഡ്സെറ്റ് എന്ന് പറയുമ്പം എന്താ പറയുക, ഹെഡ്സെറ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ലെങ്ത്തൊക്കെ എന്തോരമുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ആമസോണിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് 120 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ ഒരു ബേസിക് ഹെഡ്സെറ്റായിട്ട് കമ്പയർ ചെയ്തപ്പോഴേക്കും ബോട്ട് ഹെഡ്സെറ്റിന് കുറച്ച് ലെങ്ത്ത് കുറവാണ്. ഇത് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് സ്പെഷ്യലായിട്ട് ഒരു എന്താ പറയുക, ഒരു ബാൻഡേഡ് മാതിരി ഒരു കവറുണ്ട്. അപ്പം അത് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. അപ്പം ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. ശരിക്കും ഈ ഹെഡ്സെറ്റിൽ നമ്മുടെ ഇയർബഡിൻ്റെ അടുത്ത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഏരിയയിൽ കൂർത്തിരിപ്പുണ്ട്. അത് ഉടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നേരത്തെ അല്ല എടുക്കാൻ നേരത്തൊക്കെ ഉടക്കാൻ ചാൻസ് ഉണ്ട്. ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വയറും ബഡൊക്കെ വരുന്നത് റബ്ബറൈസ്ഡ് കോട്ടിങ് മാതിരി ഒരു ഫിനിഷിങ് ഉണ്ട്. എനിക്ക് ടച്ച് ചെയ്തപ്പോൾ തന്നെ റബ്ബർ ഉള്ളത് മാതിരി തോന്നിയായിരുന്നു. റൈറ്റ്, ഓക്കെ. ഇനി ഇതിൻ്റെ മൈക്ക് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. അപ്പം ഈ മൈക്കിൻ്റെ അവിടെ ഒരു ബട്ടൺ കൂടിയുണ്ട്. നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ കട്ട് ചെയ്യാനും പിന്നെ മ്യൂസിക് ചേഞ്ച് ചെയ്യാനും ഉള്ള രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിലുള്ളത് MIയുടെ ഫോണാണ്. MIയുടെ മാക്സ് 2 ആണ് എൻ്റെ ഫോൺ. അപ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓവറോൾ ദ ഹെഡ്സെറ്റ് ഈസ് ഗുഡ്.